നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷിരൂർ തെരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തി. കയർ അർജുൻ ഓടിച്ച ലോറിയുടേത് എന്ന് മനാഫ്. കുഴിയിൽ അടിഞ്ഞ മണ്ണും മരങ്ങളും ദൗത്യത്തിന് വെല്ലുവിളി. ഡ്രഡ്ജർ തിങ്കളാഴ്ചയോടെ എത്തിക്കും. നാളെ തെരച്ചിലില്ല. ഏകോപനക്കുറവുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല, അത് ഉണ്ടായിട്ടുണ്ട്. ഒരു റിസൾട്ട് ആവുമ്പോഴേ നമുക്ക് അതിലൊരു ഒരു സാറ്റിസ്ഫൈ ആവുള്ളൂ. നമ്മൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ ധനസഹായം. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ. അംഗവൈകല്യം ഉണ്ടായവർക്ക് 75,000 രൂപ. 6 ലക്ഷം രൂപ 1000-ൽ നൽകാൻ കഴിയും. 60% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. ചാലിയാറിൽ പരിശോധന വെള്ളിയാഴ്ച വരെ. കാഫിർ പോസ്റ്റിലെ പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ വെട്ടിലായി CPIM. KK ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് KK ശൈലജ. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ CPIM എന്ന് ഷാഫി പറമ്പിൽ. റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ഡൽഹിയിൽ കനത്ത സുരക്ഷ. നാരീശക്തി ഇന്ത്യയുടെ കരുത്തെന്ന് രാഷ്ട്രപതി. Considered not only equal but even more than equal. The government has given equal importance to women's welfare and women's empowerment. വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രിയുടെ സന്ദേശം. ഏഴുവയസ്സുകാരന്റെ ജീവിതം ദുരിതത്തിലാക്കി ആശുപത്രിയുടെ അനാസ്ഥ. ഉപേക്ഷിച്ച സൂചി ശരീരത്തിൽ തുളച്ചു കയറി. 14 വർഷം HIV/TB ടെസ്റ്റുകൾ നടത്തേണ്ട അവസ്ഥ. ഗുരുതര വീഴ്ച. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രി. ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇനി തിങ്കളാഴ്ച. ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ തിങ്കളാഴ്ചയോടെ എത്തിക്കും. നാളെ തിരച്ചിൽ ഉണ്ടാകില്ല. ഗംഗാവലിപ്പുഴയിൽ ഈശ്വർ മാൽപ്പയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കാര്യമായ വസ്തുക്കൾ കണ്ടെത്താനായില്ല. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതലാണ് ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത്. ഏതായാലും വൈകിട്ട് വരെയുള്ള തിരച്ചിലിൽ കാര്യമായ വസ്തുക്കളൊന്നും ഇന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും അർജുനിലെ ലോറിയുടെ ഒരു കയർ മാത്രമാണ് ഇന്ന് കാര്യമായി ലഭിച്ചത്. മറ്റൊരു വസ്തു കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് നേവിയും SDRFും പോലീസും ഫയർഫോഴ്സും ഒക്കെയുള്ള സംയുക്തമായുള്ള ഒരു തെരച്ചിലാണ് നടന്നതെങ്കിലും പ്രതീക്ഷ ഉണ്ടായത്ര രീതിയിൽ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. ലോറി കണ്ടെത്തുമെന്ന വലിയ പ്രതീക്ഷ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം വസ്തുക്കളൊന്നും തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായില്ല. ഏതായാലും ഇനി തിങ്കളാഴ്ച മാത്രമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 50 ലക്ഷം രൂപ ചെലവ് വരും. അത് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 100% result, what I believe, because till today we were trying but we are not achieving. But that is the only last via media which is remaining. And that also we have discussed with our district administration, police department with the permission of DM and our CM and deputy CM and secretary level also madam has talked to. And any crisis of these funds or something like that is there, then also we will see that we will not hold the payment of anybody's. We will donate it the fund and we will make sure that we should get our body safely in the sense of whatever in position in this thing. So we will try
കടൽ മാർഗമായിരിക്കും ഈ യന്ത്രം ഇവിടെ എത്തിക്കുക. യന്ത്രം എത്തിക്കുന്നതോടുകൂടി പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി മാറ്റാനായിരിക്കും പ്രധാനമായും ശ്രമിക്കുക. അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ കൂടുതൽ പരിശോധന നടത്തും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ മരങ്ങളും ഒപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കട ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുള്ള ഇരുമ്പ് ഷീറ്റ് ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിരുത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കൊന്നും ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ സാധിച്ചില്ല. എന്തായാലും രാവിലെ ഡീസലിൻ്റെ ഒരു അംശം കണ്ടെത്തിയത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കി. കാരണം അർജുൻ്റെ ലോറി അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. പക്ഷേ അവിടെ വലിയ തോതിൽ പരിശോധന ഇന്ന് ഉച്ചവരെ അവിടെ തന്നെ പരിശോധന നടത്തിയെന്നും പറയേണ്ടി വരും. ആ സ്ഥലത്ത് ഏതെങ്കിലും ലോറിയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും ഈ കടയുടെ പിറകിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന അയാളുടെ കടയുടെ പിറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ലോറിയുടെ ചെറിയൊരു വസ്തു യന്ത്രഭാഗം പോലുള്ള ഒരു വസ്തു കണ്ടെത്തിയത്. എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ഊർജിതമായ തെരച്ചിലാണ് ഇന്ന് നടന്നത്. ഇനി ആകെ പ്രതീക്ഷ തിങ്കളാഴ്ചയാണ്. നാളെ തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് AKM അഷ്റഫ് MLA അറിയിച്ചത്. നാളെ ഒരു ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. നാളെയില്ല. മറ്റന്നാൾ രാവിലെ മുതൽ ഇതേ രീതിയിൽ നേവിയും ഈശ്വർ മൽപ്പയുടെ ടീമും SDRF NDRF ഇതേ തെരച്ചിൽ തുടരും. ലോക മലയാളികൾ മുഴുവൻ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. അർജുനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ നിങ്ങളിങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിൽ ആ ചെളിമണ്ണിനകത്ത് ആ പാറയുടെ അടിയിൽ ആ മരങ്ങൾക്കടിയിൽ നമ്മുടെ ഭാരത് ബെൻസ് നമ്മുടെ അർജുനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഡ്രഡ്ജിങ് മെഷീൻ എത്തുന്നതോടുകൂടി അതിനിടയിൽ ചിലപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ അവർ 10 ദിവസം സമയം ചോദിച്ചു. പറ്റേലാന്ന് അവർ പറഞ്ഞു. കളക്ടർ 7 ദിവസം ചോദിച്ചു, പറ്റേലാന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയോടുകൂടി ആ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള ഉറപ്പും അതിന്റെ അഡ്വാൻസ് ഒക്കെ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള തീരുമാനമാണ് നേരത്തെ ചേർന്ന മീറ്റിംഗിൽ എടുത്തിട്ടുള്ളത്. തിങ്കളാഴ്ച ഈ യന്ത്രം കൊണ്ടുവരുന്നതോടുകൂടി തെരച്ചിൽ ഊർജിതമാകും. കൂടുതൽ നേവിയുടെയും അതുപോലെ തന്നെ SDRFന്റെയും NDRFന്റെയും ഒക്കെ സംഘങ്ങൾ ആ തെരച്ചിലിൽ പങ്കാളികളാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തെരച്ചിൽ വലിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. തിങ്കളാഴ്ചയായിരിക്കും പൂർണ്ണ തോതിലുള്ള തെരച്ചിൽ ഉണ്ടാവുക. ഏതായാലും അർജുൻ എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമാകുന്നു, 29 ദിവസമാകുന്നു. ഇനിയും ആ ചോദ്യം ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ഗംഗാവലി പുഴയിലുള്ള വിപുലമായ തെരച്ചിൽ ഉണ്ടാവുക. KP ബൈജു, ന്യൂസ് 18, ശിരൂർ. അതേസമയം ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ അർജുൻ്റെ, അതായത് ലോറിയുടെ ഭാഗങ്ങൾ ഇന്നും കണ്ടെത്തിയിരുന്നു, തടിയും കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിൽ അർജുൻ്റെ ലോറിയുടേതല്ല ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ എന്നാണ് ഉടമ മനാഫ് പറയുന്നത്. അതേസമയം കണ്ടെത്തിയ കയർ തൻ്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് എന്നും മനാഫ് ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. മുൻഭാഗമാണ് ഒരു ക്യാബിനോട് അവിടെ സാഹചര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ആവല്ലേ? അതെ, ഓരോരോ പാർട്സ് ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ വാഹനമല്ല. രാവിലെ മറ്റേ നമ്മുടെ ഒരു ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു സാധനം കിട്ടിയിരുന്നല്ലോ, അതും ടാങ്കറിന്റെ ആവാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതെ, അത് പുതിയതാണ്. അത് ഇനി ഭാരത് ബെൻസ് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ അറിയില്ല. നമ്മളെ പൈസ കൊടുത്തിട്ട് എന്തായാലും വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ അത് ഉപയോഗിച്ചിട്ടില്ല. ആ ഷാക്കിൾ പറഞ്ഞു നേവി ഇങ്ങനെ ഒരു കയറ് കിട്ടിയിരുന്നു. അത് ഇത് നമ്മളാണ് വാങ്ങിക്കൊടുത്ത് ഇവിടുന്ന് മുറിച്ചെടുത്തതാ. അവര് പറഞ്ഞു കുടുങ്ങിക്കിടക്കുന്നത്. തെരച്ചിലിൽ ഏകോപനക്കുറവുണ്ട് എന്ന് അർജുൻ്റെ ബന്ധു. നേവിയുടെ തെരച്ചിലിൽ കണ്ടെത്തിയ കയർ അർജുൻ്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് എന്ന് ബന്ധു ജിതിൻ പറയുന്നു. ഇന്ന് നേവി നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അർജുൻ്റെ ലോറിയുടെ കയർ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ 3 വസ്തുക്കൾ അർജുൻ്റെ ലോറിയുടെ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു തെരച്ചിലും ഈ ഒരു കയർ കിട്ടിയ സാഹചര്യമുണ്ട്. ഏതായാലും ലോറി അപ്പോഴും കൃത്യമായി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഇന്ന് കയറാണ് ലഭിച്ചിരിക്കുന്നത്. എത്രത്തോളം ഏത് രീതിയിലാണ് ഇപ്പോൾ പരിശോധന? നേവിയാണ് ആ കയറ് എടുത്തിരിക്കുന്നത്. അതൊരു മരത്തിൽ ചുറ്റി കിടക്കുന്ന രീതിയിലാണ് അവരടിയിൽ നിന്ന്, അതായത് ലക്ഷ്മണന്റെ കടന്റെ നേരെ പുറകിൽ വശത്തു നിന്നാണ് ഇതിപ്പം കിട്ടിയിരിക്കുന്നത്. മറ്റൊരു വസ്തു കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ലോറിയുടെ അതല്ല എന്നാണ് മനാഫ് പറയുന്നത്. അത് 90% അല്ല തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പാർട്ട് ആ വണ്ടിയിൽ ഇല്ല. പിന്നെ ഒരു 10% പോസിബിലിറ്റി ഉള്ളൂ. അത് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഏകോപനക്കുറവ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഏകോപനക്കുറവ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന് നമ്മൾ എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല, അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു തെരച്ചിലിൻ്റെ ഒരു പ്രതീതി ഉണ്ട്. ഇപ്പോൾ ഒരു റിസൾട്ട് ആവുമ്പോഴേ നമുക്ക് അതിലൊരു സാറ്റിസ്ഫൈ ആവുള്ളൂ നമ്മളത്.
എന്തായാലും ചെറിയ തോതിലുള്ള ഏകോപനക്കുറവുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. അപ്പോഴും ആ പ്രതീക്ഷ ജിതിൻ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വരും സമയങ്ങളിലും ഇത്തരത്തിലുള്ള തെരച്ചിലിൽ കൂടുതൽ ഇത്തരത്തിൽ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും ഈ രക്ഷാദൗത്യ സംഘത്തിന് എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. അതിജീവന പാതയിൽ വയനാട്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടപ്പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണിന്റെ മലയാളമേ ഇതെന്റെ മലയാളം ഇതെന്റെ അടയാളം എന്റെ മലയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം എന്റെ അടയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ച് സർക്കാർ. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ സഹായമെന്ന് മുഖ്യമന്ത്രി. 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. അംഗവൈകല്യം ഉണ്ടായവർക്ക് 75,000 രൂപ അധികമായി നൽകും. 40 മുതൽ 60% വരെ അംഗവൈകല്യം ഉള്ളവർക്ക് 60,000 രൂപ നൽകും. ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് 50,000 രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. SDRF നിന്നാണ് 4 ലക്ഷം രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അംഗവൈകല്യം വന്നവരുണ്ട്. 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്. അതിന് പുറമേയുള്ളതാണ് 75,000 രൂപ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും. വയനാട്ടിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക ഇനത്തിൽ ഒരു കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ഇതേ തുക നൽകും. സൗജന്യ താമസം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബന്ധുവീടുകളിലേക്ക് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും കാണാതായവർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഈ പ്രദേശത്ത് മഴ ശക്തമാണ്. ചാലിയാർ പുഴയുടെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പ്രധാനമായി മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള പ്രദേശം കേന്ദ്രമാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും തെരച്ചിൽ നടന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ തരത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ വഴിയിലെല്ലാം സമാനമായ സാഹചര്യമാണ് ഇന്നും. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് ദുരിത മേഖലയിൽ മുഴുവൻ ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ തെരച്ചിൽ വൈകുന്നേരത്തോടെ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഈ രീതിയിൽ തെരച്ചിൽ തുടരുകയെന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു ദൌത്യമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാണാനില്ലെന്ന പരാതിയുമായി മുമ്പോട്ടെത്തിയവരുടെ ആശങ്ക അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതുവരെ തെരച്ചിൽ തുടരും എന്നാണ്
റവന്യൂ മന്ത്രി അടക്കം വ്യക്തമാക്കിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തുടർച്ചയായ 16ാം ദിവസവും ദുഷ്കരമായ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകരെ അടക്കം ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നടക്കുന്ന തെരച്ചിലിൽ പങ്കാളികളാക്കുന്നില്ല. കാരണം അതിൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇവിടെ ഈ തെരച്ചിൽ നേതൃത്വം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന സൂചന. അടുത്ത ദിവസവും സമാനമായ തരത്തിൽ സൂചിപ്പാറയിലും കാന്തന്മാറയിലും തെരച്ചിൽ നടക്കും. അതോടൊപ്പമായിരിക്കും പ്രധാനമായി ചാലിയാർ പുഴയുടെ ഇരുകരകളിലേക്കും കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടുത്തെ വനമേഖലകളിൽ NDRFന്റെയും അഗ്നിശമന സേനയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന 60 സംഘം വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ നടത്തുക. അതോടൊപ്പം പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലും നീരൊഴുക്ക് അതിശക്തമായി വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലും വ്യാപകമായ തെരച്ചിൽ നടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾവനങ്ങളിൽ നടക്കാൻ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട് എന്നും റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് ചുള്ളിയോട് തൊവരിമലയിൽ ക്വാറിക്കെതിരെ പ്രതിഷേധം. കരിങ്കൽ ക്വാറിയിലേക്ക് എത്തിച്ച JCB ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുകയാണ്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഇത് അനുവാദം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറിയാണ്. എന്താണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമെന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, അല്പസമയം മുമ്പാണ് ഈ വയനാട് ചുള്ളിയോട് തൊവരിമലയിൽ കരിങ്കൽ ക്വാറിയിലേക്ക് JCB ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. വലിയ പ്രതിഷേധം സ്ഥലത്ത് ഉടലെടുക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് സംഘർഷ സാധ്യതയ്ക്ക് അല്പമെങ്കിലും അയവ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ വയനാടിന്റെ വിവിധ മേഖലകളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. അതിനിടയിലാണ് ഈ കരിങ്കൽ ക്വാറിയിലേക്ക്, ചുള്ളിയോട് തൊവരിമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിലേക്ക് ഈ കൂടുതൽ പാറകളും മറ്റും എടുക്കുന്നതിനോട് JCB എത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നു. തുടർന്ന് ഈ JCB ഇവിടെ എത്തിച്ച ജീവനക്കാരും നാട്ടുകാരുമായി സംഘർഷമായി. പിന്നീട് പോലീസ് എത്തിയാണ് പ്രശ്നം ഇപ്പോൾ കുറച്ചെങ്കിലും പരിഹരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വരും ദിവസങ്ങളിലും ഇവിടെ ഈ ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് നാട്ടുകാർ. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഈ ക്വാറികളുടെ പ്രവർത്തനം എങ്ങനെ വേണമെന്നുള്ളൊരു കാര്യത്തിൽ ധാരണയിലെത്താനാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് ചൂരൽമല, മുണ്ടക്കൈയിലെ ഭാഗങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ കൂടി ജനങ്ങളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ തൊവരിമലയിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് തന്നെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവാദം പുകയുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് ഇടതനുകൂല ഗ്രൂപ്പിലാണെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ CPM-നെതിരെ തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നു. ഉന്നത CPM നേതാക്കളുടെ ഒത്താശയോടെ വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ടത് എന്നും KK ലതികയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്നും VD സതീശൻ ആരോപിച്ചു. കാഫിർ പോസ്റ്റിൽ പാർട്ടിക്ക് പങ്കുള്ളതിനാലാണ് അന്വേഷണം വൈകുന്നത് എന്നാണ് ആരോപണം. ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി. ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവന് നിരപരാധിയായ കാസിം ഇപ്പൊ പ്രതിയായത്. എന്നിട്ട് ആഘോഷിച്ചതിന് ഇവരെല്ല ലീഗിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ വെച്ചിട്ട്, ഷാഫി പറമ്പിലിന്റെയും തലയിൽ വെച്ച് ആഘോഷിച്ചതിന് എത്ര ഗദ്ഗത കണ്ടയായിട്ടാണ് അന്നത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞത്. ഈ കേരള പ്ലാൻ ഒരു ആസൂത്രണ പോളിംഗ് തീരുന്നതിന്റെ തൊട്ടു മുമ്പല്ലേ പറഞ്ഞത്. എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ ഈ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ കുറിച്ച്. അപ്പൊ എത്ര വലിയ ഗൂഢാലോചനയാണ് അതിന്റെ പുറകിൽ നടന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്തവർ. KK ലതികയുടെ പോസ്റ്റിലും ഇതുണ്ടല്ലോ. അവര് കൂടി ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളും അന്വേഷിച്ചു പോയാൽ ചില കുടുംബങ്ങളിൽ എത്തിച്ചേരുന്നത് അന്വേഷണം. അതുകൊണ്ടാണ് പോലീസ് പേരുകൾ മടിക്കുന്നത്, പേര് പറയാൻ മടിക്കുന്നത്. അവരുടെ മകന് പങ്കുണ്ട് അതല്ലേ പറഞ്ഞത്. ചില കുടുംബങ്ങളിൽ എത്തിച്ചേരും. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. സത്യം പുറത്തു വരും. സത്യം പുറത്തു വരുന്നത് വരെ ഞങ്ങൾ നിയമപരമായി പോരാടും. പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഗിവ് us 48 hours എന്നാണ്. 48 മണിക്കൂർ തരും. ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുക, നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം. അപ്പൊ പറഞ്ഞു 48 മണിക്കൂർ തരും. എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും.
പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ദിവസം സമയം തരും. അപ്പൊ ഇപ്പൊ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയെന്ന് അറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു. പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു. അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ്. എന്തായാലും ആ മുഹമ്മദ് കാസിം കാണിച്ച ധീരത പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള, നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ, ഈ വലിയ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഇലക്ഷൻ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി എന്നുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്തത്. ഇത് നാട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല, വടകരയിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിൽ നിയമപരമായി ആ നടപടിക്രമങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെടുത്ത താല്പര്യം അതൊക്കെയാണ്. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത്. പോലീസ് റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്ക്രീൻഷോട്ട് KK ലതിക ഷെയർ ചെയ്തത് തെറ്റാണ് എന്ന് KK ശൈലജ പ്രതികരിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ അതിന് റിപ്പോർട്ടില്ല. നോക്കാം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. കാഫിർ പ്രയോഗം CPIM സൃഷ്ടിയാണെന്ന് കണ്ടെത്തിയിട്ടും കേസെടുക്കാത്തത് പ്രതികളെ സംരക്ഷിക്കാനാണ് എന്ന് K. സുധാകരൻ. നുണ ബോംബ് സൃഷ്ടിച്ച് മതവർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കാൻ CPIM-ഉം പോലീസും ശ്രമിച്ചാൽ നാടിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചവർക്ക് എതിരെയും കേസെടുക്കണമെന്നും K. സുധാകരൻ വ്യക്തമാക്കി. One of the crest gates of Tungabhadra Dam was washed away in the state of Karnataka. കർണാടകത്തിലെ തുംഗഭദ്ര ഡാമിലുണ്ടായ അപകടം ചെറിയ ആശങ്കയൊന്നുമല്ല സൃഷ്ടിച്ചത്. അതേ ഡാമിന് സമാനമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ. ഇടുക്കിയിൽ ആശങ്കയുടെ അണ നിറയുന്നു എന്ന് പറയുമ്പോൾ അത് ഇടുക്കിക്കാരുടെ മാത്രമാണോ ആശങ്ക? അല്ല, കേരള സമൂഹത്തിന്റെ ഒട്ടാകെയാണ്. ഡാം തകർന്നാൽ കേരളം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് പ്രചാരണം. ആലപ്പുഴയും കോട്ടയവും എറണാകുളവും ഒലിച്ചു പോകുമെന്നും ആശങ്ക. 50 വർഷം ആയുസ് പറഞ്ഞ ഡാമിനെ 1.25 നൂറ്റാണ്ടിനിപ്പുറവും വിശ്വസിക്കാം. നമ്മൾ ഭയക്കണോ? അണ പൊട്ടുമോ? സമ്പൂർണ്ണ കവറേജ് വ്യാഴാഴ്ച. ലോകത്തിലെ ആദ്യ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ അതിവേഗം വളരുകയാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ വിവിധ മേഖലകളെ സർക്കാർ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യനീതിയാണ് മോദി സർക്കാരിൻ്റെ പ്രഥമ പരിഗണന. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണ് എന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. India's successful conduct of elections strengthens democratic forces around the world. Dear fellow citizens, from 2021 to 2024, India has been among the fastest growing major economies with an average growth rate of 8% annually. This has not only put more money in the hands of people, it has also drastically reduced the number of people living below the poverty line. India has become the 5th largest economy in the world, and we are also poised to become one of the top 3 economies soon. This has been made possible only by tireless hard work of farmers and workers. Farmers, our Annadata, have ensured that in our society, women are considered not only equal but even more than equal. However, they have also suffered from traditional prejudices, but I am glad to note that the government has given equal importance to women's welfare and women's empowerment. സ്വാതന്ത്ര്യദിനം എന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനം എന്ന് മുഖ്യമന്ത്രി. എന്നാൽ അത്രയേറെ ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നാം ഇന്ന് ഉള്ളത്.
വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മുടെ നാടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തി. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പ്രത്യക്ഷ ഉദാഹരണമാണ് വയനാട്ടിലെ ദുരന്തം. അവ ഏൽപ്പിക്കുന്ന ആഘാതം ഇന്ന് വളരെ വലുതാണ്. ആഗോളതലത്തിൽ തന്നെ കൂട്ടായ ഇടപെടലുകളിലൂടെ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയൂ. പ്രാദേശിക തലങ്ങളിൽ തന്നെ അതിന് ഉതകുന്ന മുൻകൈകൾ ആത്മാർത്ഥതയോടെ എടുക്കാൻ കഴിയണം. ആഗോളതാപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന നിലയിലേക്കുള്ള കാഴ്ചപ്പാടുകളെ വിശാലമാക്കേണ്ടതുണ്ട്. അതിനുള്ള തുടക്കം 78ാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കുറിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ വീണ്ടും ഒരു സൈനികന് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആണ് ഇന്ത്യൻ ആർമിയുടെ 48ാം നാഷണൽ റൈഫിൾസിന്റെ ക്യാപ്റ്റൻ വീരമൃത്യു വരിച്ചത്. ഇന്ത്യൻ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു. മേഖലയിൽ ഇപ്പോഴും സൈനിക ഓപ്പറേഷൻ തുടരുകയാണ്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് മൂലം 14 വർഷം തുടർച്ചയായി HIV/TB ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിൽ 7 വയസ്സുകാരൻ. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച നീഡിൽ ആണ് കുട്ടിയുടെ ശരീരത്തിൽ തുളച്ച് കയറിയത്. ഗുരുതരമായ ഈ വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. വിദേശത്ത് നിന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ശേഷം ഓട്ടോയിൽ കയറിപ്പോയ ആളെ കാറിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി. 2 കാറുകളിൽ ആയി എത്തി 8-അംഗ സംഘമാണ് തകരപ്പറമ്പിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പൂന്തുറ പരുത്തിക്കുഴിയിൽ നിന്നാണ് കാർ കണ്ടെടുത്തത്. വെള്ളായണി കക്കാമൂല സ്വദേശിയുടേതാണ് കാർ. 2024-25 അക്കാദമിക് വർഷം സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷകൾ ക്ഷണിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ. രാജ്യത്താകമാനമുള്ള 5100 വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുക. ബിരുദാനന്തര പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. 5000 ബിരുദ വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപ വരെയും 100 ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപ വരെയും സ്കോളർഷിപ്പ് ലഭിക്കും. www.scholarship.reliancefoundation.org എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. ഒക്ടോബർ 6 വരെ അപേക്ഷിക്കാം. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് യുവതലമുറയെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവൻ 52240. 18 ക്യാരറ്റ് 5425, പവൻ 43400. വെള്ളി 88 രൂപ ഗ്രാമിന്, കിലോ 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.